അബിൻ വർക്കി ഇന്നും ഈ പരാതി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ കേസെടുക്കാൻ നിർവാഹമില്ല എന്ന നിലപാട് AGയും ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് തന്നെയായിരുന്നുവല്ലോ നേരത്തെ മുഖ്യമന്ത്രി പോലും പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് മറിച്ചൊരു അഭിപ്രായ പ്രകടനമുണ്ടായി. അത് ധനമന്ത്രി KN ബാലഗോപാലിൽ നിന്നാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഇങ്ങനെ പരാതി ഇല്ലെങ്കിലും കേസെടുക്കുവാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന്. അപ്പോൾ മന്ത്രിമാർക്ക് പോലും ഇത് ബോധ്യമാണ്, പക്ഷേ പുറത്തു പറയുന്നത് മറ്റൊരു വിധത്തിലാണ്. ബാലഗോപാൽ പക്ഷേ മറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് സർക്കാർ ഇങ്ങനെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉയർന്നിട്ടുള്ള ചോദ്യങ്ങളിൽ ഈ ആരോപണ വിധേയരായവർക്കെതിരെ നടപടിയെടുക്കാത്തത് എന്നുള്ള ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രസക്തമായി മാറുകയാണല്ലോ. അത് സർക്കാരിനും അറിയാം. തീർച്ചയായിട്ടും മഞ്ജുഷ്, ഇതിനകത്ത് വളരെ കൃത്യമായി സർക്കാർ നടത്തുന്ന ഇരട്ടത്താപ്പ് ഒളിച്ചുകളിയും വളരെ വ്യക്തമാണ്. കാരണം 4.5 കൊല്ലമായി ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് ഇതേവരെ ഈ റിപ്പോർട്ട് പുറത്തുവിടാതെ ആ വേട്ടക്കാരെ സംരക്ഷിച്ച നിലപാടാണ് സംസ്ഥാന സർക്കാർ എടുത്തത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. 2, ഇവിടെ ഒരു കൊഗ്നിസബിൾ ആയിട്ടുള്ള ഒഫൻസ് നടന്ന് 4.5 കൊല്ലമായിട്ട് അതിന്റെ അറിവ് കിട്ടിയിട്ടും ആ കൊഗ്നിസബിൾ ഒഫൻസ് റിപ്പോർട്ട് ചെയ്ത് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താത്ത സർക്കാർ നടത്തിയത് ഒളിച്ചുകളിയാണ്, ഇരട്ടത്താപ്പാണ്, പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് 4.5 കൊല്ലമായി കയ്യിലുണ്ടായിരുന്നിട്ടും ഈ റിപ്പോർട്ട് പുറത്തു വിടാതെ എങ്ങനെ വേട്ടക്കാരെ സംരക്ഷിക്കാം എന്നുള്ള നിലപാടാണ് സർക്കാർ എടുത്തത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പോഴും സർക്കാർ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, അതായത് ഈ റിപ്പോർട്ട് പുറത്തു വിടരുത് എന്ന് പറയുന്നുണ്ട് എന്നാണ് സർക്കാർ പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നത് ഇത് പുറത്തു വിടുമ്പോൾ അതിന്റെ സീക്രസി നിലനിർത്തണം എന്നുള്ളതാണ്. ആ സീക്രസി നിലനിർത്തണം എന്നുള്ളത് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം സീക്രസി നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഇരകളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. ആ ഇരകളുടെ പേര് വിവരങ്ങൾ അല്ലെങ്കിൽ തന്നെ നിയമപരമായി പരിരക്ഷയുള്ളതാണ്. അപ്പോ ആ ഇരയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തണ്ട എന്നുള്ള സുപ്രീം കോടതി ഡയറക്ഷൻ മുന്നിൽ വെച്ചുകൊണ്ട് വേട്ടക്കാരെ എന്തിനാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അത് തന്നെയാണ് മന്ത്രി KN ബാലഗോപാൽ ഇന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. സ്വമേധയാ കേസെടുക്കാനുള്ള പ്രൊവിഷൻ എല്ലാം ഉണ്ട് എന്ന് അദ്ദേഹം രാവിലെ പറഞ്ഞതാണ്, നമ്മളെല്ലാവരും കേട്ടതാണ്. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഇന്ന് ചോദിച്ചിരിക്കുന്നത്. AGക്ക് ഏതായാലും ഒരു കാര്യത്തിൽ ഹൈക്കോടതിയിൽ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇതിനകത്തൊരു ക്രിമിനൽ ഒഫൻസ് നടന്നിട്ടുണ്ടോ എന്നുള്ള, ഗുരുതരമായ സെക്ഷൽ അസോൾട്ട് കേസുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുകയും അത് നടന്നിട്ടുണ്ട് എന്ന് AGക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. സംശയമുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അബിൻ വർക്കി, ഇതിന് സംശയമുണ്ടാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്നിട്ടില്ലല്ലോ. അത് വിവരാവകാശ കമ്മീഷണറുടെ വിലക്ക് അക്കാര്യത്തിലുണ്ടായിരുന്നു. ഹൈക്കോടതിയും അത് ശരിവെക്കുകയാണ് ഉണ്ടായത്. ഇപ്പോഴും സർക്കാർ പറയുന്നത്, ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ AG ഹൈക്കോടതിയിൽ പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ ആരോപണ വിധേയരായ ആളുകളുടെ പേരില്ല എന്നാണ്. അത് ഈ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്ന റിപ്പോർട്ടിൽ അത് ശരിയുമാണ്. ആരോപണ വിധേയരുടെ പേരില്ല, ആരൊക്കെയാണ് മൊഴി കൊടുത്തത് എന്നുള്ള വിവരവുമില്ല. ഇത് ഞങ്ങളുടെ പക്കലില്ല എന്ന് സർക്കാർ പറയുമ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ യഥാർത്ഥ വെർഷനാണോ അതോ ഇപ്പോൾ പുറത്തു വന്ന വെർഷനാണോ എന്ന കാര്യത്തിൽ നമുക്കും സംശയം ഉണ്ടാവുകയാണല്ലോ. പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ടിൽ, അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 19ാമത്തെ പേജിൽ തന്നെ പറയുന്നുണ്ട്, ഈ മാസ്റ്റർ റെക്കോർഡ്സിൽ എല്ലാ വിവരവും ഉണ്ട് എന്നാണ്. അതായത് അതിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിന് വേണ്ടി പുറത്തുവിട്ട റിപ്പോർട്ടിൽ അത് ഇല്ല, മാസ്റ്റർ റെക്കോർഡ്സിൽ ഉണ്ട് എന്ന് ഹേമ കമ്മിറ്റി തന്നെ പറയുന്നുമുണ്ട്. അപ്പോൾ സർക്കാർ ഇത് അറിഞ്ഞിട്ടില്ലേ അതോ അറിഞ്ഞിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണല്ലോ. AG പറഞ്ഞ വാദമനുസരിച്ച് സർക്കാർ അറിഞ്ഞിട്ടില്ല ആർക്കൊക്കെ എതിരെയാണ് ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത് എന്ന്, മൊഴി കൊടുത്തത് ആരൊക്കെയാണ്, ഈ കാര്യങ്ങളൊന്നും. ഇന്ന് AG പറഞ്ഞത് അങ്ങനെയാണ്. അതായത് ശ്രീ മഞ്ജുഷ്, താങ്കൾ ഉദ്ധരിച്ച ആ 19ാമത്തെ പോയിന്റ് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ഇതിന്റെ മാസ്റ്റർ റെക്കോർഡ്സിൽ എല്ലാം ഉണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പിന്നെ ഈ മൊഴി കൊടുത്ത ആളുകൾ കൊടുത്ത തെളിവുകൾ, ആ തെളിവുകൾ വളരെ വ്യക്തമാണ്. അതായത് സീരിയസ് ഓഫ് സെക്ഷൽ ഒഫൻസുകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. ഒരെണ്ണമല്ല നടന്നിരിക്കുന്നത്, 2 എണ്ണമല്ല നടന്നിരിക്കുന്നത്, സീരിയസ് ഓഫ് സെക്ഷൽ ഒഫൻസുകളാണ് നടന്നിരിക്കുന്നത്. എന്നിട്ട് സർക്കാർ അത് അറിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് സർക്കാർ, നിങ്ങൾ ഈ പറയുന്നത് പോലെ വിവരാവകാശ കമ്മീഷണർ അല്ല ആദ്യം ഈ റിപ്പോർട്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് മുടക്കിയത്. കാരണം ഈ സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ഇതിന്റെ വിവരാവകാശം വെച്ചു. ആ സാംസ്കാരിക വകുപ്പിലെ വിവരാവകാശ ഓഫീസർ ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് അതിന്റെ അപ്പലേറ്റ് അതോറിറ്റിയായ മറ്റൊരു ഓഫീസറെ കണ്ടു.
ആ ഓഫീസറും ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിവരാവകാശ കമ്മീഷണർ എടുത്തിട്ട് പോകുന്നത്. അതായത് സർക്കാരിനൊന്നും മറക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സർക്കാർ ഈ 2 പ്രാവശ്യം ആ വിവരാവകാശ ഓഫീസർ തന്നെ ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മറച്ചതിന്റെ കാരണം എന്താണ്? സർക്കാരിന് ഇതിനകത്ത് പൂർണ്ണമായ ഒളിച്ചുകളെയും അറിവും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണല്ലോ സർക്കാർ ഇവിടെ പല നടപടികളും എടുക്കുമ്പോൾ സർക്കാർ പറഞ്ഞിരുന്നത് എന്താ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതൊക്കെ എടുക്കുന്നതെന്നാണ്. അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ നടപടികൾ എടുക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചു നോക്കാതെ സർക്കാർ അതിന്റെ നിർദ്ദേശങ്ങൾ എന്താണെന്ന് അറിഞ്ഞത് എങ്ങനെയാണ്? ശരിയാണ്, പ്രസക്തമായ ചോദ്യമാണ്. ഇപ്പോൾ ശ്രീ വി കെ സനോജ് കൂടി ചേരുകയാണ്. ശ്രീ വി കെ സനോജ്, ഈ റിപ്പോർട്ട്